ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇൻഫോസിസിൽ കൂട്ട പിരിച്ചുവിടൽ, 700ഓളം പേർക്ക് ജോലി നഷ്ടമാകുമെന്ന റിപ്പോർട്ട്. ഇൻഫോസിസിന്റെ മൈസൂരു ക്യാമ്പസിലെ ട്രെയിനികളെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത്. കമ്പനിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എടുത്ത ട്രെയിനി ബാച്ചിലെ 400-ലധികം പേരെ ഇതിനകം പിരിച്ചുവിട്ടതായാണ് വിവരം. സിസ്റ്റം എഞ്ചിനീയേഴ്സ്, ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയേഴ്സ് തസ്തികകളിലെ ട്രെയിനികൾക്കെതിരെയാണ് നടപടി. ബാച്ചുകളായി വിളിച്ച് ഇവരെ പിരിച്ചുവിടുന്നെന്ന് അറിയിപ്പ് നൽകുകയായിരുന്നു. അതേസമയം ഇന്റേണൽ അസസ്മെന്റുകളിൽ പാസ്സാകാനുള്ള ഒന്നിലധികം ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നാണ് ഇൻഫോസിസിന്റെ വിശദീകരണം. സംഭവത്തിൽ പ്രതിഷേധവുമായി IT ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തി. കൂട്ടപിരിച്ചുവിടലിനെതിരെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകുമെന്ന് IT ജീവനക്കാരുടെ സംഘടനയായ NITES പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഗുരുതരമായ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് പഴയ വേർഷനുകൾ ഉപയോഗിക്കുന്നവർ എത്രയും വേഗം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മുന്നറിയിപ്പ്. ആൻഡ്രോയിഡ് 12 മുതൽ 15 വേർഷൻ വരെയുള്ള ഉപയോക്താക്കൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ മുന്നറിയിപ്പ്. പഴയ ആൻഡ്രോയിഡ് വേർഷനുകളിൽ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയെന്നും ഇവ ചില ഉപയോക്താക്കളെ ദോഷകരമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ആൻഡ്രോയിഡ് 12നും അതിനുശേഷമുള്ള OSകൾ ഉപയോഗിക്കുന്നവരെയും കാത്തിരിക്കുന്നത്. ഫ്രെയിംവർക്കിലെ പോരായ്മകൾ മൂലമാണ് സുരക്ഷാ ഭീഷണി ഉണ്ടായിരിക്കുന്നതെന്നും സർക്കാർ ഏജൻസി പറയുന്നു. സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ പ്രത്യാഘാതങ്ങൾ രൂക്ഷമായിരിക്കും. ഫോൺ അപകടത്തിലാകാതിരിക്കാൻ വിശ്വാസയോഗ്യമല്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും വെരിഫൈ ചെയ്യാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും ഒഴിവാക്കണമെന്നും സെർട്ടിൻ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ ആപ്പിൾ IDക്കും മറ്റ് അക്കൗണ്ടുകൾക്കും സ്ട്രോങ് പാസ്വേഡ് നൽകി സുരക്ഷ ശക്തമാക്കണം. ഇതിനു പുറമെ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ പ്രാപ്തമാക്കിയാൽ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഓരോ ആപ്പുകളും ചോദിക്കുന്ന ആക്സസ് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി വേണം അനുമതി നൽകാനെന്നും ഏജൻസി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാംസങ് ഇന്ത്യയിലെ ജീവനക്കാർ പണിമുടക്കിൽ. കൊറിയൻ ഗൃഹോപകരണ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ ശ്രീപെരുമ്പത്തൂരിലുള്ള ഫാക്ടറിയിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് പണിമുടക്കുന്നത്. സസ്പെൻഡ് ചെയ്ത 3 ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. CITU പിന്തുണയോടെ പുതുതായി രൂപീകരിച്ച സാംസങ് യൂണിയനിലെ സസ്പെൻഡ് ചെയ്ത 3 ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ മാസം 5 മുതലാണ് ജീവനക്കാർ സമരം തുടങ്ങിയത്. അടിയന്തര ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 500ഓളം ജീവനക്കാർ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം തുടരുമെന്നും യൂണിയൻ വൃത്തങ്ങൾ അറിയിച്ചു. വേതന പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 2024-ൽ 30 ദിവസത്തിലധികം ജീവനക്കാർ പണിമുടക്കിയിരുന്നു. പിന്നീട് തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു സമരം പിൻവലിച്ചത്. മാനേജ്മെന്റിന്റെ പിന്തുണയുള്ള വർക്കേഴ്സ് കമ്മിറ്റിയിൽ ചേരാൻ ജീവനക്കാരെ നിർബന്ധിക്കരുത് എന്നതാണ് നേരത്തെ മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. ഇപ്പോൾ 25ഓളം ജീവനക്കാർ കമ്മിറ്റിയിൽ ഒപ്പുവെച്ചു. മറ്റ് ജീവനക്കാരെ ഒപ്പിടാനും കമ്മിറ്റിയിൽ ഭാഗമാകാനും മാനേജ്മെന്റ് നിർബന്ധിക്കുന്നു. ഇത് തള്ളിക്കളഞ്ഞ 3 പേരെയാണ് കമ്പനി സസ്പെൻഡ് ചെയ്തതെന്നും CITU ആരോപിക്കുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ 3 പേരും CITU ഭാരവാഹികളാണ്. ഒരാൾ വൈസ് പ്രസിഡന്റും മറ്റു 2 പേർ ഡെപ്യൂട്ടി സെക്രട്ടറിമാരുമാണ്. അതേസമയം ഒരു തൊഴിലാളിയെയും കമ്മിറ്റിയിൽ ചേരാനോ യൂണിയൻ വിടാനോ കമ്പനി നിർബന്ധിച്ചിട്ടില്ലെന്ന് സാംസങ് ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. യൂണിയൻ ഉന്നയിച്ച അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും തൊഴിൽ സ്ഥലത്തെ വ്യാവസായിക സമാധാനം തകർക്കുന്ന ജീവനക്കാരുടെ നിയമവിരുദ്ധമായ നടപടികളെ അംഗീകരിക്കുന്നില്ലെന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വീണ്ടും റീചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള ആഗ്രഹം പരസ്യമാക്കി എയർടെൽ. സുസ്ഥിരമായ നിക്ഷേപങ്ങളും ലോങ് ടൈം വാല്യൂ ക്രിയേഷനും ഉറപ്പാക്കാൻ ടെലികോം മേഖലയിൽ കൂടുതൽ താരിഫ് പരിഷ്കരണം ആവശ്യമാണെന്ന് ഭാരതി എയർടെല്ലിന്റെ വൈസ് ചെയർമാനും MDയുമായ ഗോപാൽ വിറ്റൽ പറഞ്ഞു. ജിയോ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം ടെലികോം ഉപയോക്താക്കളുള്ള ടെലികോം കമ്പനിയാണ് എയർടെൽ. എയർടെൽ ഒരു തീരുമാനമെടുത്താൽ അത് ടെലികോം മേഖലയിൽ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. 2024 ജൂലൈയിൽ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ സ്വകാര്യ കമ്പനികൾ ടെലികോം നിരക്ക് വർധന നടപ്പാക്കിയിരുന്നു. ഏതാണ്ട് 25% വരെ വർധനയാണ് അന്നുണ്ടായത്. ഇത് സാധാരണക്കാരായ ടെലികോം ഉപയോക്താക്കളെ ഏറെ ബാധിക്കുകയും ചെയ്തു. നിരക്ക് വർധന സൃഷ്ടിച്ച ആഘാതത്തോട് വരിക്കാർ പൊരുത്തപ്പെട്ടു വരുന്നതിനിടെയാണ്
എയർടെല്ലിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പ്രതികരണം. ഇനിയും നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന എയർടെൽ നയത്തോട് അനുകൂലമായ നിലപാട് തന്നെയാണ് മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയായ VIക്കുമുള്ളത്. ഇക്കാര്യം VI അധികൃതരും ഏതാനും നാൾ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം റിലയൻസ് ജിയോയുടെ തീരുമാനമാണ് റീചാർജ് നിരക്ക് കൂട്ടുന്നതിൽ നിർണായകമാവുക. നിലവിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനോട് ജിയോ യോജിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. മുമ്പ് 3 സ്വകാര്യ കമ്പനികളും പ്ലാനുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചുവെങ്കിലും ഏറ്റവുമധികം വിമർശനങ്ങൾ കേട്ടത് ജിയോയ്ക്കായിരുന്നു. ഏകദേശം 1 കോടിയിലധികം പേർ നിരക്ക് വർധനയ്ക്ക് ശേഷം ജിയോ കണക്ഷൻ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തിലെ വാഹന വിപണിയിൽ വിൽപ്പനയിൽ 1-ാം സ്ഥാനത്തെത്തി മാരുതി വാഗണാർ. മാരുതിയുടെ ജനപ്രിയ ഹാച്ചിന്റെ 24,078 യൂണിറ്റുകളാണ് പുറത്തിറങ്ങിയത്. വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും 36% വർധന. കഴിഞ്ഞ വർഷം ജനുവരിയിൽ 17,756 യൂണിറ്റുകൾ മാത്രമാണ് വാഗണാർ വിറ്റുപോയത്. ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മാരുതിയുടെ 6 മോഡലുകൾ ആദ്യ 10-ൽ ഇടം പിടിച്ചു. ടാറ്റയുടെ 2 മോഡലുകൾ, ഹ്യുണ്ടായുടെയും മഹീന്ദ്രയുടെയും ഓരോ വാഹനങ്ങളും ഈ പട്ടികയിലുണ്ട്. 1ഉം 2ഉം സ്ഥാനങ്ങൾ മാരുതിയുടെ ഹാച്ച്ബാക്കുകളായ വാഗണാറും ബലേനോയും സ്വന്തമാക്കി. ബലേനോയുടെ 19,965 യൂണിറ്റുകളാണ് ഈ വർഷം വിറ്റുപോയത്. ഇന്ത്യൻ വാഹന വിപണിയിൽ മാരുതിക്ക് പുറകിൽ 2-ാം സ്ഥാനത്തുള്ള ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടായുടെ മിഡ് സൈസ് SUV-യായ ക്രെറ്റയാണ് 3-ാം സ്ഥാനത്തുള്ളത്. ക്രെറ്റയുടെ 18,522 യൂണിറ്റുകളാണ് ജനുവരിയിൽ വിറ്റഴിഞ്ഞത്. മാരുതിയുടെ സ്വിഫ്റ്റാണ് 4-ാം സ്ഥാനത്തെത്തിയത്. 17,081 യൂണിറ്റ് സ്വിഫ്റ്റുകളാണ് ഈ വർഷം ഉപഭോക്താക്കളുടെ കൈകളിലെത്തിയത്. 2024-ൽ വിപണിയിൽ തിളങ്ങി നിന്ന ടാറ്റ പഞ്ചിന് 5-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പഞ്ചിന്റെ 16,231 യൂണിറ്റുകൾ വിപണിയിലിറങ്ങി. 6-മതും 7-മതും യഥാക്രമം മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരയും മഹീന്ദ്രയുടെ സ്കോർപിയോയുമാണ്. 15,784 യൂണിറ്റാണ് ഗ്രാൻഡ് വിറ്റാരയുടെ വിൽപ്പന കണക്ക്. 15,442 യൂണിറ്റുമായി സ്കോർപിയോയും തൊട്ടുപുറകിൽ തന്നെയുണ്ട്. ടാറ്റയിൽ നിന്നും പഞ്ചിനെ കൂടാതെ നെക്സോണും ആദ്യ 10-ൽ ഇടം പിടിച്ചു. 15,397 യൂണിറ്റ് വിറ്റുകൊണ്ടാണ് നെക്സോണിന്റെ 8-ാം സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ്. 9ഉം 10ഉം സ്ഥാനങ്ങളിൽ മാരുതിയുടെ ഡിസയറും ഫ്രോങ്സുമാണ്. 15,383 യൂണിറ്റാണ് ഡിസയറിന്റെ വിൽപ്പന. 15,192 യൂണിറ്റുമായി ഫ്രോങ്സർ 10-മതുമെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.